അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർബ് ലൈഫിൽ കപ്പ പുഴുങ്ങി കടുക് വറുത്ത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏതൊരു മലയാളിക്കും ഇഷ്ടമുള്ള ഒന്നാണിത്. എന്നാൽ ഡയറ്റിൽ നിന്നുകൊണ്ട് ആ റെസിപ്പിയെ കവച്ചു വെക്കുന്ന ഒരു ലോ കാർബ് കപ്പ പുഴുക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡയറ്റിൽ വന്നതിന് ശേഷം പലപ്പോഴും കപ്പയും ഇറച്ചിയൊക്കെ കഴിക്കാൻ ആഗ്രഹിച്ചവരുണ്ടാകും, അല്ലെങ്കിൽ അതൊക്കെ മിസ് ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കോളിഫ്ലവർ. അപ്പോൾ ഞാനിവിടെ ഒരു 500 കോളിഫ്ലവർ 2 പേർക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കഴുകിയെടുക്കണം. ഞാൻ എടുത്ത കോളിഫ്ലവർ നന്നായി മൂത്തതായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ തണ്ടൊക്കെ ഞാൻ ഒഴിവാക്കി. ഇനി കഴുകിയെടുത്ത കോളിഫ്ലവറിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ഇളയ കോളിഫ്ലവറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ നിങ്ങൾക്ക് മുറിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഒരു പാത്രത്തിൽ വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് എപ്പോഴും കുക്കർ ഒരു എളുപ്പപ്പണിയാണ്, അതുകൊണ്ട് മിക്കവാറും കുക്കറിലാണ് ഇതൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം തീ കത്തിക്കാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ട് തുറന്നെടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് വെന്തുടയും, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം അതിനകത്ത് വെക്കണ്ട. ആ സമയം കൊണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. 3 ചെറിയുള്ളിയും 3 പച്ചമുളകും പിന്നെ ഒരു തേങ്ങയുടെ 1/3 ഭാഗവും ചേർത്തിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ കോളിഫ്ലവറിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സി ജാറിലോ ഇതേപോലെ ഒരു ചോപ്പറിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ലൊരു ചമ്മന്തിയായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 2 വെളുത്തുള്ളിയും അല്പം ജീരകവും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ അധികം വെളുത്തുള്ളിയും ജീരകവും ഒന്നും ഇക്കാക്ക് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് 3 മിനിറ്റിന് ശേഷം ഞാൻ ഈ പ്രഷർ കളയുകയാണ് കേട്ടോ. രാവിലെ പെട്ടെന്നൊക്കെ റെഡിയാക്കി പോകണം, ജോലിക്ക് പോകാനൊക്കെ നേരം ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുക്കറാണ് നമുക്ക് എപ്പോഴും എളുപ്പമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാനിതൊന്ന് നോക്കുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെന്തത് കൊണ്ട് തന്നെ കൂടുതൽ സ്പൂൺ ഇട്ട് ഇളക്കാതിരിക്കുകയാണ് നല്ലത്. ഇനിയിപ്പോൾ കുഴഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ ഏകദേശം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഈ ചമ്മന്തി കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്ക് ആ വെള്ളമൊക്കെ അതിലങ്ങ് ലയിച്ച് കിട്ടും. അതൊരു കൂടുതലായിട്ട് നമുക്ക് തോന്നുമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉപ്പ് മിക്സ് ചെയ്ത പോലെ തന്നെ കുക്കർ പിടിച്ച് കുലുക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ അധികം ഉടഞ്ഞു പോകില്ല. അപ്പോൾ ഞാനിതൊന്ന് 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. മുമ്പ് ഞാനിങ്ങനെ തയ്യാറാക്കി കഴിച്ചിരുന്നു. ആ സമയത്ത് ചമ്മന്തി ഒന്നും ചേർക്കാതെ തന്നെ കടുക് വറുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തായാലും ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് കടുക് വറുത്തെടുക്കുകയാണ്. ഒരു പാത്രം വെച്ചിട്ട് ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പം കടുക് കൂടി ചേർത്ത് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കോളിഫ്ലവറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാകും കേട്ടോ. നമുക്കിത് ഉണ്ടാക്കാൻ ഒത്തിരി സമയം മതി. ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ അതിനേക്കാൾ എളുപ്പമാണ്. അപ്പോൾ ഡയറ്റിൽ സാധാരണ ഉപ്പേരികൾ തന്നെ കഴിച്ച് മടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഇറച്ചിക്കറി കൂട്ടിയിട്ട് അല്ലെങ്കിൽ മീൻ കറി കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാരണ കോളിഫ്ലവർ തയ്യാറാക്കുന്ന ഒരു സമയവും ബുദ്ധിമുട്ടും ഒന്നുമില്ല. വലിയ വലിയ പീസാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുകയാണ്. ഇനി കഴിക്കാൻ നേരമാണ് എടുക്കുക. അങ്ങനെ ഞാനിത് ഒരു ദിവസം ഉച്ചക്ക് കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. അതിനോട് കൂടിയിട്ട് നമ്മളന്ന് വാങ്ങിച്ച ക്യാമൽ മീറ്റ്, നല്ല ഫാറ്റോട് കൂടിയിട്ടുള്ള അടിപൊളി ക്യാമൽ കറിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ലൈഫിൽ
കപ്പയും ഇറച്ചിയും കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് കരുതും, പക്ഷെ തീർച്ചയായും ഇത് കടുക് വറുത്തുകൊണ്ട് അങ്ങനെ കറി വെച്ച് കഴിക്കാം. ഇനി വെജിറ്റേറിയനായ ആൾക്കാർക്ക് ഇതേപോലെ വെണ്ടക്ക പൊരിച്ചതോ, ഞാനിവിടെ വഴുതനങ്ങ പൊരിച്ചതാണ് എടുത്തിട്ടുള്ളത്, അത് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴുതന ഫ്രൈ ഇങ്ങനെ ഒരു ഡ്രൈ ആയി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് ഒരിക്കലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ കഴിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഈ ഒരു കപ്പപ്പുഴുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഇനി തേങ്ങ ചേർക്കാതെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും കഴിക്കാം. ഞാൻ മുമ്പൊക്കെ തേങ്ങ ചേർക്കാതെ ജസ്റ്റ് കോളിഫ്ലവർ വേവിച്ചതിനെ കടുകും മുളകും കറിവേപ്പിലയും വറുത്തുകൊണ്ട് അങ്ങനെയും കഴിച്ചിരുന്നു. അതും ഇറച്ചിക്കറിയും മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.